ഹലോ എവറി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ടാക്സ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി ഓഫ് ടാക്സ്, അതേപോലെ CBDT, അതേപോലെ പേഴ്സൺ ആരാണ്, ടാക്സ് സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്തുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മളിനി അതിൻ്റെ ബാക്കി തുടങ്ങുകയാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടേംസ് കാര്യങ്ങളൊക്കെ. അപ്പം ഈ മൊഡ്യൂൾ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. നമുക്ക് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരും. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സാമിന്, സാധാരണഗതിയിൽ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് കൂടെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിനും ഒക്കെ കൂടെ ചോദിക്കുന്ന ഓരോ ടേംസാണ് ഇൻകം ടാക്സിൻ്റെ. അത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ്സിലെടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരും ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ചോദിച്ച് കണ്ടില്ല. അതിനർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് അസസി ആരാന്നാണ്. ഹു ഈസ് അസസി? അപ്പം ഇൻകം ടാക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സ് പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അസസി ആരാന്നുള്ളത് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇൻകം ടാക്സിലെ അസസിക്കൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ പ്രകാരമാണ് അസസി ആരാ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻകം ടാക്സിലെ അസസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സബ്സെക്ഷൻ 7 ആണ്. അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ്, ഒരു അസസിയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി ആസ് എ പേഴ്സൺ എന്ന നിലയിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും എന്താണ്, അസസിയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് എന്ത്, അസസി. ഒന്നുകൂടെ പറയാം. ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് എന്ത്, അസസി. അതിന് ഇൻകം ടാക്സ് ഒരു സെക്ഷനും കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അപ്പോൾ അസസി എന്ന് പറഞ്ഞാൽ അസസി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് എന്ത്, അസസി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ആണ്. അപ്പം അസസ്മെൻറ്റ് നമ്മൾ ഇന്നലെ പഠിച്ചു. അസസി എന്താ നമ്മൾ ഇന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അസസ്മെൻറ്റ് ഇയർ ആണ്. അസസ്മെൻറ്റ് ഇയർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയർ. അതിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സബ്സെക്ഷൻ 9 ആണ് അസസ്മെൻറ്റ് ഇയറിൻ്റെത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി പ്രീവിയസ് ഇയർ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ്. അപ്പം നമുക്കറിയാം ഇൻകം ടാക്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ഇൻകംസാണ് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു അസസ്മെൻറ്റ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെ, അതിപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2021 ആണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 19-20 ഇൻകംസാണ് നിങ്ങൾ എന്ത് ചെയ്യൽ, കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ 2021 ആണ്, ഇതിൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് 2021. അതിൽ പ്രീവിയസ് ഇയറിലെ ഇൻകംസാണ് എന്ത് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. April 1 തുടങ്ങിയിട്ട് March 31 അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് എന്ത്, അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ഈസ് എ ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഫ്രം ഫസ്റ്റ് ഡേ ഓഫ് April ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പം April 1 തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഇയറിൽ 31st March April 1 തുടങ്ങിയിട്ട് 31st March അവസാനിക്കുന്ന ഒരു 12 month പീരിയഡ്, 12 month ആണ് എന്ത്, അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിലുള്ള ഇൻകംസ് ആണ് എന്ത് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി പറയാം, അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ആണ്, സബ്സെക്ഷൻ 9 ആണ്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം അല്ലെങ്കിൽ 12 മാസം കാലാവധിയുള്ള ഒരു 12 മാസം കാലാവധിയുള്ള ഒരു പീരീഡ് ഓഫ് മന്ത്, ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് അസസ്മെൻറ്റ് ഇയർ. അത് തുടങ്ങുന്നത് April 1 തുടങ്ങി March 31 അവസാനിക്കുന്ന ഒരു 12 month പീരിയഡാണ് എന്ത്,
അസസ്മെൻറ്റ് ഇയർ. ഒന്നുകൂടെ പറയാം, അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഒരു 12 മന്ത് പീരിയഡിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിലെ ഇൻകംസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പറയണോ? ഒന്നുകൂടെ പറയാം. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2 ആണ്, സബ്സെക്ഷൻ 9 ആണ്. അത് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഒരു 12 മന്ത് പീരിയഡാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൽ സാധാരണ ഇൻകം ടാക്സിൽ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള ഇൻകംസും മറ്റു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യൽ, കാൽക്കുലേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് പ്രീവിയസ് ഇയർ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഈസ് ദ ഇയർ ജസ്റ്റ് പ്രസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം. അപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ ഞാൻ പറഞ്ഞു 2000 സ്ക്രീനൊന്ന് സൂം ചെയ്തിട്ടുണ്ട്. 2020-21 നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ. അതിൽ തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2019-20. ആ 2019-20 നിങ്ങളുടെ എന്ത് പ്രീവിയസ് ഇയർ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, ഇൻകം ടാക്സ് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അസസ്മെൻറ്റ് ഇയർ പറയണം 2020-21. അപ്പോൾ ചോദിക്കും പ്രീവിയസ് ഇയർ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന വാക്ക് തന്നെ ഉണ്ട്, പ്രീവിയസ് അല്ലേ, തൊട്ട് മുൻപത്തെ. അപ്പം തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2019-20. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തേനെ പറയുന്ന പേരാണ് എന്ത്, പ്രീവിയസ് ഇയർ അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ ഈസ് ദ ഇയർ പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്നതിന് തൊട്ട് മുൻപത്തെ വർഷത്തിനെ പറയുന്ന പേരാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തിനെ പറഞ്ഞ പേരാണ് എന്ത്, പ്രീവിയസ് ഇയർ. അതായത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2019-20, അസസ്മെൻറ്റ് ഇയർ 20-21. ഒരു കാരണവശാലും ഇത് മാറാൻ പാടില്ല, കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഒന്നുകൂടെ പറയാം, അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷമാണ് പറയുന്നത് 2020-21. നിങ്ങളുടെ പ്രീവിയസ് ഇയർ അതായത് അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറയുമ്പോൾ 2019-20 അല്ലേ. അപ്പം അസസ്മെൻറ്റ് ഇയർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രീവിയസ് ഇയർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓരോ ഇതിൽ ഫുൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടേംസ് ആണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ പോലെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ പറഞ്ഞു ഇൻകം ടാക്സിൽ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഇൻകം ടാക്സിലെ പ്രധാനപ്പെട്ട ഹെഡ്സുകളാണ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം, കൂടെ പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻകം ടാക്സിലെ 5 ഹെഡ്സ് ഏതൊക്കെയാണ് നമുക്ക് അറിയണം. ആ 5 ഹെഡ്സ് അറിയണമെങ്കിൽ 5 ഹെഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അതിൽ ഫസ്റ്റ് വൺ ആണ് സാലറി. സാലറി എന്നുള്ളതൊരു ഹെഡാണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. സാലറി എന്നുള്ളൊരു ഹെഡാണ്. ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അപ്പോൾ ഈ 5 ഹെഡും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ സാലറിന്ന് എത്ര, ഇപ്പോൾ എൻ്റേതാണെങ്കിൽ സാലറിന്ന് എനിക്ക് എത്ര ഇൻകം കിട്ടി, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിന്ന് എത്ര ഇൻകം കിട്ടി, ബിസിനസ്സിന് എത്ര ഇൻകം കിട്ടി, ക്യാപിറ്റൽ ഗെയിൻ എത്ര ഇൻകം കിട്ടി, അതർ സോഴ്സിന് എത്ര ഇൻകം കിട്ടി, എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ 5 ഹെഡും കൂടി എൻ്റെ മീൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്രയും 5 ഹെഡ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ 5 ഹെഡ് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. ഇപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു 10 lakh കിട്ടി. ആ 10 lakhനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പം 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഒന്നുകൂടെ പറയാം. 5 ഹെഡ് പറഞ്ഞു, ഏതൊക്കെയാണ്, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഈ 5 ഹെഡും കൂടി നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഒരു വ്യക്തിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു 50 lakh കിട്ടി. ആ 50 lakhനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി പറയണോ, ഒന്നുകൂടെ പറയാം. 5 ഹെഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5 ഹെഡ് കൂട്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടോട്ടലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോസ് ടോട്ടലിംഗ് നമ്മൾ പറഞ്ഞു ഒരു 50 lakh കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ 5 ഹെഡ് കൂട്ടിയപ്പോൾ ഒരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടോട്ടലിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ GTI ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻ ഈക്വൽ ടോട്ടൽ ഇൻകം. ഇപ്പോൾ ക്ലിയർ ആയോ? അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന്
ഡിഡക്ഷൻസ്, ഒരുപാട് ഡിഡക്ഷൻസ് നമുക്കുണ്ട്. സെക്ഷൻ 80C to 80U ഒരുപാട് ഡിഡക്ഷൻസ് നമുക്കുണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ഫൈനലി കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ GTI ഇപ്പോൾ ഗ്രോസ് ടോട്ടലിംഗ് നമുക്കൊരു 20,000 കിട്ടി. അതിൽ നിന്ന് ഡിഡക്ഷൻ ഒരു 10,000 ഉണ്ട്. അപ്പോൾ 20-ന്ന് 10 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 10,000. ആ 10,000 ആണ് എന്ത്? ടോട്ടൽ ഇൻകം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ ഇൻകം. ഒരു കാരണവശാലും മാറിപ്പോരുത് ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹെഡ് കൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇൻകം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്, MMRT. അതായത് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്, സാധാരണ ഇത് ഇൻഡിവിജ്വൽസിനും അതേപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അതുപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിനൊക്കെയാണ് സാധാരണ ഇതിൽ എന്താണ് മോസ്റ്റ്ലി ഇത് അപ്ലിക്കബിൾ ആവുന്നത്. അതായത് അവർ കൊടുക്കേണ്ട ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് റേറ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സ്ലാബ് റേറ്റ് ആണ് എന്ത്? ഇൻകം ടാക്സിൻ്റെ ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ആണ് എന്ത്? മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ആണ്. സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽസ് അതേപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഇവർക്കൊക്കെയാണ് ഇത് സാധാരണ രീതിയിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അസസ്മെൻറ്റ് പറഞ്ഞു, അസസ്മെൻറ്റ് ഇയർ പറഞ്ഞു, അസസി ആരാന്ന് പറഞ്ഞു, പ്രീവിയസ് ഇയർ പറഞ്ഞു. ഇനി നെക്സ്റ്റ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു അസസിയാണ്. പക്ഷേ എനിക്ക് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് പറഞ്ഞ സമയത്തിനുള്ളിൽ, അതോറിറ്റി പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വർക്കൊന്നും ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് സംതിങ് എന്തെങ്കിലും ചിലപ്പോൾ റീസൺ ഉണ്ടാവും അല്ലെങ്കിൽ എന്തേ ആയിക്കോട്ടെ. അപ്പം എനിക്ക് എൻ്റെ വർക്ക്, ആ ഡ്യൂട്ടി എനിക്ക് അവിടെ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാനത് വീഴ്ച വരുത്തിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആ വീഴ്ച വരുത്തുന്ന ആളുകളെ പറഞ്ഞ പേരാണ് എന്ത്? അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട് ഇഫ് ഹി ഫെയിൽസ് ടു ഫുൾഫിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ്. ഒരു നിയമപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് എന്തെങ്കിലും ഇൻകംസ് റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ആൻഡ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് എ ലാൻഡ് ഈസ് നോൺ ആസ് അഗ്രികൾച്ചറൽ ഇൻകം. അതായത് അഗ്രികൾച്ചറൽ നമ്മുടെ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡിൽ മീൻസ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അഗ്രികൾച്ചറൽ ഇൻകം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. ഒരു പിക്ചറൊക്കെ, ഗ്രാഫൊക്കെ ഉണ്ട്, ഒരു പിക്ചറൊക്കെ ഉണ്ട്. എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ അല്ലെ, അഗ്രികൾച്ചറൽ ഓപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. നമ്മൾ എന്തെങ്കിലും അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഭൂമി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതും എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എനി ഇൻകം ഫ്രം ഫാം ഹൗസ്. എന്തെങ്കിലും ഫാം ഹൗസ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അതും എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഈസ് സെഡ് ടു ബി ദി പ്രൈമറി ഓക്യുപ്പേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് യൂഷ്വലി ദി ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ ലാർജ് റൂറൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ദ കൺട്രി ആസ് എ ഹോൾ ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ഇറ്റ്സ് ബേസിക് ഫുഡ് റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മളറിയാം നമ്മുടെ ഇന്ത്യ ഏറ്റവും പ്രൈമറി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നൊരു മേഖലയാണ് കാർഷിക മേഖല.
അപ്പം നമ്മുടെ ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്, അതായത് ഗ്രാമീണ വാസികളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്തരം അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അസസ്മെൻറ്റ് ഇയർ പറഞ്ഞു, പ്രീവിയസ് ഇയർ പറഞ്ഞു, അസസ്സി പറഞ്ഞു, അസസ്സിങ് ഡിഫോൾട്ട് പറഞ്ഞു, മാക്സിമം മാർജിനൽ റേറ്റ് പറഞ്ഞു, അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.